മകനിലേക്ക് വരാൻ കാരണം എന്താ ചേട്ടൻ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിന് തന്നെ എനിക്ക് തന്നെയല്ല എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിനും വലിയ വേദനയുണ്ട്. കാരണം ഞങ്ങളെ ഈ അഭയത്തിനെയും ഞങ്ങളെയും ചേട്ടൻ കാത്തുരക്ഷിച്ചതുപോലെ ചേട്ടൻ കാത്തുരക്ഷിച്ച ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ അത്രയും ആത്മബന്ധത്തോടെ 2-2.5 പതിറ്റാണ്ടായിട്ട് ചേട്ടൻ പ്രവർത്തിച്ച ഒരു മേഖലയാണ് അരുവിക്കര നിയോജകമണ്ഡലം. ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളുടെ മകനെ പാർട്ടി നിർദ്ദേശിക്കുമ്പോൾ അതിൽ എനിക്ക് അഭിമാനം, സന്തോഷം ഇതൊക്കെയുണ്ട്. പക്ഷേ അതുണ്ടായ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്. 2013 കാർത്തി സാറ് ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. എനിക്കത് യൂട്യൂബിലൊക്കെ ഇൻ്റർവ്യൂ കിടപ്പുണ്ട്. അപ്പോൾ കാർത്തി സാറ് രോഗത്തിൻ്റെ ഒരു പിടിയിലൊന്നും ആയിട്ടില്ലാത്ത ഒരു സമയം. അപ്പോൾ ഭാഗ്യലക്ഷ്മി ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ മക്കൾ അങ്ങനെയാണ്, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരാണ്? അപ്പോൾ ചേട്ടൻ അതിന് മറുപടി പറയുന്നുണ്ട്, എൻ്റെ മൂത്ത മകന് ഒരു ബുദ്ധിജീവിയായ ഒരു എൻജിനീയറുടെ സ്വഭാവമാണ്. എൻ്റെ രണ്ടാമത്തെ മകന് രാഷ്ട്രീയമുണ്ട്. അവൻ CET കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൽ അവിടുത്തെ ഒരു SFI വാഴ്ചയ്ക്കെതിരെ ഭയങ്കരമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ SFIക്കാർക്കല്ലാത്തവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ആ കോളേജിൽ ഇവിടെ വോയിസ് ഓഫ് CET എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി ആ സംഘടനയുടെ പേരിൽ മത്സരിച്ച് അവിടെയുള്ള തന്നെ വലിയ വോട്ടുകൾ നേടി അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അതായത് വോയിസ് ഓഫ് CETയുടെ വന്നതോടുകൂടിയാണ് അവിടെ വേറൊരു സംഘടനയ്ക്ക് പ്രവർത്തിക്കാമെന്ന് വന്നത്.